Hey guys, welcome back to my channel Doolies and Dishes. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആലു മട്ടർ കറിയാണ്. ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും വെച്ചുള്ളൊരു കറി. ഇത് നോർത്തിൽ ഭയങ്കര ഫേമസ് ആണ്. ഇനി അതിന് വേണ്ടി നമ്മളൊരു കുക്കറിൽ കുറച്ച് എണ്ണ എടുത്ത് അതിലോട്ട് ജീരകം ഇടുന്നു. എന്നിട്ട് ഞാനതിൽ ഒരു സവാള സ്ലൈസ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത് കുറച്ച് പിങ്കിഷ് കളർ ആകുമ്പോൾ നമുക്കതിലോട്ട് ഫൈനലി ചോപ്ഡ് ഗാർലിക് ഇടാം. എന്നിട്ട് ഇത് നല്ലോണം ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് സവാള ഈ ഒരു സ്റ്റേറ്റിലെത്തിക്കഴിഞ്ഞ് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. കൊറിയാൻഡർ പൗഡർ, കുറച്ച് ടർമറിക് പൗഡർ, ജീരകം പൗഡർ, ഗരം മസാല എല്ലാം കൂടെ നല്ലോണം ഇളക്കിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം എരിവിന് വേണ്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാം ഇൻസ്റ്റെഡ് ഓഫ് റെഡ് ചില്ലി പൗഡർ. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് വലുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഗ്രീൻ പീസും എടുത്ത് ഇതിനകത്ത് ആഡ് ചെയ്യാം. അത് നല്ലോണം ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കിതിലോട്ട് ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ച് ഇതിൽ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലോണം നമ്മൾ വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലോട്ട് ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിതിന് ഒരു 3 വിസിലാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതനുസരിച്ച് കുറച്ച് ഫ്ലോട്ടിങ് രീതിയിൽ വെള്ളം ഈ ഒരു ഭാഗത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കറിൻ്റെ ലിഡ് അടച്ച് നമുക്കൊരു 3 വിസിൽ കൊടുക്കാം. അപ്പോൾ 3 വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇളക്കി കാണിക്കാം. വിസിൽ വന്നപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതായിരുന്നു. ഇപ്പോൾ പിന്നെ ഗ്യാസ് ഓൺ ചെയ്തു. സിമ്മറിലാണ് വെച്ചേക്കണത്. ഫുൾ കുറച്ച് വെച്ചേക്കുവാണ് ഇപ്പോൾ ഗ്യാസ്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് ചെറുതായിട്ട് മാഷ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മാഷ് ചെയ്തെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ കുറച്ച് തിക്കായിട്ടുള്ള കറി വരും. അല്ലെങ്കിൽ വെള്ളം വേറെ ഉരുളക്കിഴങ്ങ് വേറെ വേറെ ആയിട്ട് കിടക്കും. അപ്പോൾ ഇതാവുമ്പോൾ നല്ല രുചിയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ആംചൂർ പൗഡർ, ഡ്രൈ മാംഗോ പൗഡർ എന്നും പറയും, അത് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് പുളിപ്പിന് വേണ്ടി. ലാസ്റ്റിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാം കൊറിയാൻഡർ ലീവ്സ് വെച്ച്. ഒരു 2 മിനിറ്റ് ഇത് തിളച്ച് കഴിഞ്ഞ് നമ്മുടെ കറി റെഡിയാണ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ്. അതിനെയും കാട്ടി നല്ല രുചിയാണ് ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ. അതിലോട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കഴിക്കാം. ചിലവരിത് തൈരിൻ്റെ കൂടെയും കഴിക്കും. ആ കളർ ഉണ്ടോ, നല്ല ടേസ്റ്റായിട്ട് ഉണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് വീട്ടിലുണ്ടാക്കി കഴിച്ച് നോക്കുക. എന്നിട്ട് കമൻറ്റിൽ പറയുക ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വേറൊരു റെസിപ്പിയായി. അൺടിൽ ദെൻ ടാറ്റാ, ബൈ ബൈ.